നിഗത്തിന്റെ ഖുർബാനി എന്ന ചിത്രത്തിന്റെ വീഡിയോ ഗാനം പുറത്തിറങ്ങി. യൂത്ത് സ്റ്റാർ ഷൈൻ നിഗം, ആർഷ ബൈജു, ചാരു ഹാസൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജിയോ വി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഖുർബാനി എന്ന ചിത്രത്തിലെ വീഡിയോ ഗാനം റിലീസായി. അജീഷ് ദാസൻ എഴുതിയ വരികൾക്ക് അഫ്സൽ യൂസഫ് സംഗീതം പകർന്ന് ശ്രേയാ ഘോഷാൽ ആലപിച്ച കൺമണി നീ എന്നാരംഭിക്കുന്ന ഹൃദ്യമായ ഗാനമാണ് റിലീസായത്. വർണ്ണചിത്രയുടെ ബാനറിൽ മഹാസുബൈർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ സൗബിൻ ഷാഹിർ, ഹരിശ്രീ അശോകൻ, ജോയ് മാത്യു, ശ്രീജിത്ത് രവി, പ്രശാന്ത് അലക്സാണ്ടർ, ഹരീഷ് കണാരൻ, സുനിൽ സുഗത, മൻരാജ്, രാജേഷ് ശർമ്മ, ജെയിംസ് ഏലിയ, അജി, കോട്ടയം പ്രദീപ്, കൊല്ലം സുധി, സതി പ്രേംജി, നന്ദിനി, നയന, രാഖി തുടങ്ങിയ പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നു. സുനോജ് വേലായുധൻ ഛായാഗ്രഹണം നിർവഹിക്കുന്നു. എഡിറ്റർ ജോൺകുട്ടി, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൈനുദ്ദീൻ, കല സഹസ് ബാല, വസ്ത്രാലങ്കാരം അക്ഷയ പ്രേംനാഥ്, മേക്കപ്പ് ഷാജി പുൽപ്പള്ളി, പ്രൊഡക്ഷൻ കൺട്രോളർ ഷമീജ് കൊയിലാണ്ടി, സ്റ്റിൽസ് സൂപ്പർ ഷിബു, ഡിസൈൻ ജിസൻ പോൾ, വിതരണം വർണ്ണചിത്ര, PRO AS ദിനേശ്. സുരേഷ് ഗോപി അഭിനയിക്കുന്ന 257ാമത്തെ സിനിമയ്ക്ക് കൊച്ചിയിൽ തുടക്കമിട്ടു. സനൽ വി ദേവനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിലൂടെ ഏറെ ശ്രദ്ധേയനായ സംവിധായകനാണ് സനൽ വി ദേവൻ. മാവറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് സഞ്ജയ് പടിയൂർ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ വിനീത് ജെയിനും സഞ്ജയ് പടിയൂരും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഇടപ്പള്ളി അഞ്ചുമന ദേവി ക്ഷേത്രത്തിൽ ലളിതമായി നടന്ന ചടങ്ങിലൂടെയാണ് തുടക്കമായത്. സുരാജ് വെഞ്ഞാറമൂട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയും രാജാ സിംഗ് ഫസ്റ്റ് ക്ലാപ്പ് നൽകുകയും ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. ചലച്ചിത്ര രംഗത്തെ നിരവധി പേരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. പൂർണ്ണമായും ത്രില്ലർ ജോണറിൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ പ്രശസ്ത നടൻ ഗൗതം മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരും മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്നു. ഇവർക്ക് പുറമെ മലയാളത്തിലെ പ്രമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. കഥ ജിത്തു കെ ജയൻ, മനു സി കുമാർ, തിരക്കഥ മനു സി കുമാർ, ഛായാഗ്രഹണം അജയ് ഡേവിഡ് കാച്ചപ്പള്ളി, എഡിറ്റിംഗ് മൻസൂർ മുത്തുട്ടി, കലാസംവിധാനം സുനിൽ കെ ജോർജ്, കോസ്റ്റ്യൂം ഡിസൈൻ നിസാർ റഹ്മത്ത്, മേക്കപ്പ് റോണക് സേവ്യർ, ലൈൻ പ്രൊഡ്യൂസർ ആര്യൻ സന്തോഷ്, പ്രൊഡക്ഷൻ കൺട്രോളർ പൗലോസ് കറുമുറ്റം, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അഭിലാഷ് പൈങ്ങോട്. ജാഫർ ഇടുക്കി, സിബി തോമസ്, ശ്രീകാന്ത് മുരളി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന മാംഗോ മുറി എന്ന ചിത്രം ജനുവരി 5-ന് തിയേറ്റർ റിലീസിനെത്തും. ബ്ലസി, രഞ്ജിത്ത്, ലിജോ ജോസ് പല്ലിശ്ശേരി എന്നിവരോടൊപ്പം സഹസംവിധായകനായി പ്രവർത്തിച്ച വിഷ്ണു രവിശക്തി സ്വതന്ത്ര സംവിധായകനാകുന്ന ചിത്രമാണിത്. ട്രിയാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജാഫർ ഇടുക്കി, അർപ്പിത് PR, ശ്രീകാന്ത് മുരളി, സിബി തോമസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ വിഷ്ണു രവിശക്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് മാംഗോ മുറി. ചിത്രം ജനുവരി 5-ന് തിയേറ്റർ റിലീസിന് എത്തും. ചിത്രത്തിൽ ലാലി അനാർക്കലിയും അജിഷ പ്രഭാകരനും പ്രധാന വേഷത്തിലെത്തുന്നു. ഇവരെ കൂടാതെ ടിറ്റോ വിൽസൺ, കണ്ണൻ സാഗർ, നിമിഷ അശോകൻ, അഞ്ജന, ബിനു മണമ്പൂർ, ശ്രീകുമാർ കണക്ട് പ്ലസ്, ജോയി അറക്കുളം തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിടുന്നു. സംവിധായകന്റെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത് തോമസ് സൈമണും വിഷ്ണു രവിശക്തിയും കൂടി ചേർന്നാണ്. വാണിജ്യപരമായും കലാപരമായും ഈ ചിത്രം നിങ്ങൾക്ക് പുതിയൊരു അനുഭവം സൃഷ്ടിക്കും. പ്രമേയം കൊണ്ടും ഘടനാപരമായ പുത്തൻ ശൈലി കൊണ്ടും പുതിയൊരു അനുഭവമായിരിക്കുമെന്ന് സംവിധായകൻ പറയുന്നു. സതീഷ് മനോഹറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. സംഗീതം ഫോർ മ്യൂസിക്സ്, എഡിറ്റിംഗ് ലിബിൻ ലി, ഗാനരചന സാം മാത്യു, കലാസംവിധാനം അനൂപ് അപ്സര, പ്രൊഡക്ഷൻ കൺട്രോളർ കല്ലാർ അനിൽ, ചമയം ഉദയൻ നേമം, വസ്ത്രാലങ്കാരം ശ്രീജിത്ത് കുമാരപുരം, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അരുൺ ഉടുമ്പൻചോല, അസോസിയേറ്റ് ഡയറക്ടർ ശരത് അനിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ അജ്മൽ ആൻഡ് ശ്രീജിത്ത് വിദ്യാധരൻ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ബിനീഷ് ഇടുക്കി, ശബ്ദ സംവിധാനം ചാൾസ്, സൗണ്ട് മിക്സിംഗ് N ഹരികുമാർ, എഫക്ട്സ് പ്രശാന്ത് ശശിധരൻ, കളറിസ്റ്റ് B യുഗേന്ദ്രൻ, VFX റിഡ്ജ് PRO P ശിവപ്രസാദ്, സ്റ്റിൽസ് നൌഷാദ് കണ്ണൂർ, ഡിസൈൻസ് യെല്ലോ ടൂത്ത് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. സ്റ്റേ നീങ്ങി പൊറാട്ട് നാടകം എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നു. സൈജു കുറുപ്പ് നായകനായി അഭിനയിച്ച പൊറാട്ട് നാടകം എന്ന സിനിമയ്ക്ക് എറണാകുളം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ഏർപ്പെടുത്തിയ സ്റ്റേ നീങ്ങി. പകർപ്പവകാശ ലംഘനത്തിന്റെ പേരിൽ സിനിമയ്ക്കെതിരെ വന്ന ആരോപണങ്ങൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കോടതിയിൽ നിഷേധിച്ചിരുന്നു. ഇരു വിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട എറണാകുളം അഡീഷണൽ ജില്ലാ കോടതി ഉപാധികളോടെ പൊറാട്ട് നാടകം എന്ന ചിത്രത്തിന്റെ സ്റ്റേ നീക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. സിനിമയുടെ റിലീസിന് ശേഷം ആരോപണം ഉന്നയിച്ച വ്യക്തികൾക്ക് യാഥാർത്ഥ്യം ബോധ്യമാകും ും ആരോപണം തെറ്റായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടാൽ ഹർജിക്കാർക്കെതിരെ മാനനഷ്ടം ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പൊറാട്ട് നാടകം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ നൌഷാദ് സാഫ്രോൺ
നിർമ്മാതാവ് വിജയൻ പള്ളിക്കര, തിരക്കഥാകൃത്ത് സുനീഷ് വാരനാട്, നടൻ സൈജു കുറുപ്പ് എന്നിവർ പറഞ്ഞു. നിർമ്മാതാവിനും തിരക്കഥാകൃത്തിനും വേണ്ടി അഡ്വക്കേറ്റ് മുഹമ്മദ് സിയാദ് ഹാജരായി. ചിത്രം ജനുവരിയോടെ തിയേറ്ററുകളിലെത്തും. മലയാള സിനിമയുടെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളും കലർപ്പില്ലാതെ സത്യസന്ധമായാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മലയാള സിനിമയുടെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളും കലർപ്പില്ലാതെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ ലൈക്ക് കിട്ടാനോ ഞങ്ങൾ വാർത്തകൾ പുനഃസൃഷ്ടിക്കുന്നില്ല. പകരം സത്യസന്ധമായ വാർത്തകളാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ നിരത്തുന്നത്. ഇനിയും അത് തുടരുകൊണ്ടേയിരിക്കും.